മക്കളെ, അപ്പോൾ നമ്മൾ സോളിഡ് സ്റ്റേറ്റിൽ ഫസ്റ്റ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ് ആണ് നമ്മൾ അടിയായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ മക്കളെ. അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ് ആൻഡ് അമോർഫസ് സോളിഡ് എന്ന് പറഞ്ഞിട്ടാണ് മെയിനായിട്ട് സോളിഡുകൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് മക്കളെ. ഇപ്പോൾ നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ് ഉണ്ട്, അമോർഫസ് സോളിഡുകളുണ്ട്. അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡുകളുടെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ അവർ റെഗുലർ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആയിരിക്കും അവരുടെ പാർട്ടിക്കിൾസ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ആ റെഗുലർ അറേഞ്ച്മെൻ്റ് ആയതുകൊണ്ട് തന്നെ അവരുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ഷാർപ്പ് മെൽറ്റിംഗ് പോയിൻ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ അവർക്കെന്ന് വെച്ചാൽ ഒരു ട്രൂ സോളിഡ് ആയിട്ടാണ് അവരിരിക്കുക, ഒരു ട്രൂ സോളിഡുകളായിരിക്കും. ഇനി റെഗുലർ ആയിട്ടുള്ള ക്ലീവേജ് ആണ് അവർ കട്ട് ചെയ്യുമ്പോൾ റെഗുലർ ക്ലീവേജ് ആണ് കാണിക്കുക. പിന്നെ അനൈസോട്രോപിക് ഇൻ നേച്ചർ ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് ക്രിസ്റ്റലൈൻ സോളിഡുകളുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി അമോർഫസ് സോളിഡുകളുടെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ ഇറഗുലർ അറേഞ്ച്മെൻ്റ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഒരു ഷോർട്ട് റേഞ്ച് ഓർഡറിൽ വെച്ചിട്ടാണ് ഒരു ടെമ്പറേച്ചറിൽ വെച്ചിട്ടാണ് അവർ മെൽറ്റ് ചെയ്യുക. പിന്നെ ഇവരുടെ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സോ അല്ലെങ്കിൽ പ്യൂഡോ സോളിഡ് ആയിട്ടോ അവർക്ക് ഇരിക്കും, അതായത് ട്രൂ സോളിഡ് ആയിരിക്കില്ല അവർ. പിന്നെ അണ്ടർവർ ഇറഗുലർ ക്ലീവേജ് ആണ് അവരുണ്ടാവുക. കട്ട് ചെയ്യുമ്പോൾ അവർ ഇറഗുലർ ആയിട്ടാണ് അവർ മുറിയുക. പിന്നെ ഐസോട്രോപിക് ഇൻ നേച്ചർ ആയിരിക്കും മക്കളെ. അപ്പോൾ ഐസോട്രോപിക് ഇൻ നേച്ചർ ആയിരിക്കും. പിന്നെ ക്രിസ്റ്റലൈൻ സോളിഡിന് എക്സാമ്പിളായിട്ട് ക്രിസ്റ്റൽസ് ഉണ്ട്, നമ്മുടെ ഡയമണ്ട്, NaCl, CuSO4 ഒക്കെയാണ് ക്രിസ്റ്റലൈൻ സോളിഡുകൾക്ക് എക്സാമ്പിളായിട്ട് പറയാം. ഇനി അമോർഫസ് സോളിഡുകൾക്ക് എക്സാമ്പിൾ റബ്ബർ, പിന്നെ പ്ലാസ്റ്റിക്, പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഗ്ലാസ്, അതൊക്കെ നമുക്ക് അമോർഫസ് സോളിഡുകൾക്ക് എക്സാമ്പിളായിട്ട് പറയാനായിട്ട് പറ്റും. അപ്പോൾ അവരുടെ എക്സാമ്പിൾസും എന്ത് ചെയ്യാം മക്കളെ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ മക്കളെ. അടുത്തത് ക്രിസ്റ്റലൈൻ സോളിഡുകളെ നമുക്ക് അമോർഫസ് സോളിഡുകൾ അധികം പഠിക്കാനില്ല, ക്രിസ്റ്റലൈൻ സോളിഡാണ് പഠിക്കാനില്ല. അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡിനെ തന്നെ വീണ്ടും 5 ക്ലാസിഫൈ ചെയ്യാണ് കേട്ടോ. കാരണം അതിൻ്റെ ബേസിസ് ഓഫ് ദെയർ ബോണ്ടിങ്, അവരുടെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അവർ ആ ബോണ്ടിങ്, അതിൻ്റെ ബേസിസിൽ 5 ഡിവൈഡ് ചെയ്യുന്നത്. ആറ്റോമിക് ക്രിസ്റ്റൽ, പിന്നെ മോളിക്കുലർ ക്രിസ്റ്റൽ, അയോണിക് ക്രിസ്റ്റൽ, അതുപോലെ തന്നെ കോവാലന്റ് ക്രിസ്റ്റൽ ആൻഡ് മെറ്റാലിക് ക്രിസ്റ്റൽ എന്ന് പറയുന്നത് 5 നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ആറ്റോമിക്. അപ്പോൾ അതിൽ കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ആറ്റംസ് ആയിരിക്കും. അവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ലോണ്ടൻ ഡിസ്പേർഷൻ ഫോഴ്സ് ആയിരിക്കും കാണിക്കാം. സോഫ്റ്റും വളരെ ലോ മെൽറ്റിംഗ് പോയിന്റ് കാണിക്കുന്ന പ്യുവർ തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് ആയിരിക്കും അവരെന്ന് പറയുന്നത്. മെയിനായിട്ട് നോബിൾ ഗ്യാസുകളാണ് നമ്മൾ ആറ്റോമിക് ക്രിസ്റ്റൽസിൽ വരുന്നവർ. പിന്നെ മോളിക്കുലർ ക്രിസ്റ്റൽസ് ആണ് അടുത്തത്. പോളാർ ആയിരിക്കും അല്ലെങ്കിൽ നോൺ പോളാർ ആയിട്ടുള്ള മോളിക്യൂൾസ് ആയിരിക്കും ഉണ്ടാവുക. വാണ്ടർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ അല്ലെങ്കിൽ ലോണ്ടൻ ഡിസ്പേർഷൻ ഫോഴ്സോ ഡൈപോൾ ഫോഴ്സോ അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോണ്ടിങ്ങോ ഒക്കെ ഇവരെ കാണിക്കും. ഫെയർലി സോഫ്റ്റ് ആയിരിക്കും. ലോ ടു മോഡറേറ്റ്ലി ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. പുവർ തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് ആണ്. ഡ്രൈ ഐസ്, മീഥേനും ഒക്കെ നമുക്ക് അതിന് എക്സാമ്പിളായിട്ട് പറയാനായിട്ട് പറ്റും മക്കളെ. അപ്പോൾ ഇത്രയാണ് ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത്. 2 ടൈപ്പ് ക്രിസ്റ്റൽസ് ബൈൻഡിങ് ഫോഴ്സുകളുടെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യുന്നത് ആറ്റോമിക് ആൻഡ് മോളിക്കുലർ ക്രിസ്റ്റൽസ് ആണ് മക്കളെ. ഇനി അടുത്തതാണ് നമ്മൾ അയോണിക് ക്രിസ്റ്റൽ എന്താണെന്ന് നോക്കാം മക്കളെ. അയോണിക് ക്രിസ്റ്റൽസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ആണ് അവർ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. അയോണിക് ബോണ്ടാണ് അവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാണിക്കുക. ഹാർഡായിരിക്കും, വളരെ ബ്രിട്ടിലായിട്ടുള്ളത്, ഹൈ മെൽറ്റിംഗ് പോയിൻറ്റും അതുപോലെ ഹൈ ഹീറ്റ് ഓഫ് ഫ്യൂഷനും പുവർ തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് ആണ് അവരെന്ന് പറയുന്നത്. മെയിനായിട്ട് സോഡിയം ക്ലോറൈഡ്, ZnS ഒക്കെയാണ് അതിന് എക്സാമ്പിൾസ് ആയിട്ട് വരിക കേട്ടോ മക്കളെ. അടുത്തത് കോവാലൻറ്റ് ക്രിസ്റ്റൽസ് ആണ്. ആറ്റംസ് ആയിരിക്കും അവർ, ആറ്റംസ് ദാറ്റ് ആർ കണക്റ്റഡ് ഇൻ എ കോവാലൻറ്റ് ബോണ്ട് നെറ്റ്വർക്കിലൂടെയാണ് അവർ കണക്ട് ചെയ്യുക. വെരി ഹാർഡായിരിക്കും, വെരി ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആയിരിക്കും. പുവർ തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് ആയിരിക്കും. ഡയമണ്ട്, ക്വാർട്സ്, സിലിക്കൺ ഒക്കെയാണ് എക്സാമ്പിളായിട്ട് പറയുന്നത്. അടുത്തതാണ് മെറ്റാലിക് സോളിഡ്സ് എന്ന് പറയുന്നത് മക്കളെ. കാറ്റിയോൺ ഇൻ ദ ഇലക്ട്രോൺ ക്ലൗഡ് ആയിരിക്കും അവരുണ്ടായിരിക്കാം. മെറ്റാലിക് ബോണ്ടാണ് അവർ തമ്മിലുണ്ടാവുക. സോഫ്റ്റ് ടു വെരി ഹാർഡാണ്. ലോ ടു വെരി ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ഉണ്ട്. എക്സലൻറ്റ് തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് ആയിരിക്കും എന്ന് പറയുന്നത്. ഓൾ മെറ്റാലിക് എലമെൻറ്റ്സ്, ഫോർ എക്സാമ്പിൾ കോപ്പർ, അയൺ, അവരൊക്കെ മെറ്റാലിക് ക്രിസ്റ്റൽസിന് എക്സാമ്പിളാണ് കേട്ടോ മക്കളെ. അപ്പോൾ ഇതാണ് നമ്മൾ ബൈൻഡിങ് ഫോഴ്സിൻ്റെ ബേസിസിലെ ക്രിസ്റ്റൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് മക്കളെ. കോവാലൻറ്റ് ക്രിസ്റ്റൽ, അയോണിക് ക്രിസ്റ്റൽ, മെറ്റാലിക് ക്രിസ്റ്റൽ, പിന്നെ മക്കളെ നമ്മൾ ആറ്റോമിക് ക്രിസ്റ്റൽ ആൻഡ് മോളിക്കുലർ ക്രിസ്റ്റൽസ് എന്നാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് കേട്ടോ മക്കളെ. ഓക്കെ മക്കളെ, അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇക്വേഷനാണ് പറയണത്. ബ്രാഗ് ഇക്വേഷനാണ് കേട്ടോ. n λ = 2β sin θ എന്നാണ് കേട്ടോ മക്കളെ. d എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലെയിൻസ്, 2 പ്ലെയിനുകൾ തമ്മിലുള്ള ക്രിസ്റ്റൽ പ്ലെയിൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് d എന്ന് പറയുന്നത്. n എന്ന് പറയുന്നത് ഓർഡർ ഓഫ് റിഫ്രാക്ഷൻ ആണ്.
ആ റിഫ്രാക്ഷൻ്റെ ഓർഡറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് തീറ്റ ഈസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആൻഡ് ലാംഡ ഈസ് ദ വേവ് ലെങ്ത്. അപ്പോൾ നമ്മൾ ആ ഫിഗറിൽ കണ്ടോ പാരലൽ ആയിട്ടുള്ള ലൈനുകളുടെ ആ പാരലൽ ആയിട്ടുള്ള ലൈനുകളുടെയാണ് നമ്മൾ സർഫസുകളെയാണ് നമ്മൾ അതിൻ്റെ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡി ആയിട്ട് എടുക്കുന്നത്. അതിലേക്ക് ഒരു ലൈറ്റ് വന്ന് പതിച്ചിട്ട് അതിനെന്താണ് റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്. ലൈറ്റ് പതിച്ചിട്ട് അതിന് റിഫ്രാക്ഷൻ സംഭവിക്കുകയാണ്. ആ ആംഗിളാണ് നമ്മൾ തീറ്റ എന്ന് പറയുന്നത്. അവിടെ വരുന്ന ആ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് ആണ് നമ്മളെന്ന് പറയുന്നത് ലാംഡ എന്ന് പറയുന്നത് മക്കളെ. അപ്പോൾ ബ്രാഗ് ഇക്വേഷൻസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് പ്രീവിയസ് ഇയറിലൊക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വയ്ക്കുക. എൻ ലാംഡ ഈസ് ഈക്വൽ ടു 2d സൈൻ തീറ്റ ആണ്. എൻ ലാംഡ ഈസ് ഈക്വൽ ടു 2d സൈൻ തീറ്റ. ഓക്കെ, ക്ലിയർ ആയല്ലോ മക്കളെ? മക്കളെ അടുത്തതാണ് 7 ക്രിസ്റ്റൽ സിസ്റ്റമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ മക്കളെ. 7 ക്രിസ്റ്റൽ സ്ട്രക്ചറാണ് അല്ലെങ്കിൽ 7 ക്രിസ്റ്റൽ സിസ്റ്റമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത് 7 ആണ് കാണിക്കുന്നത്. അതിൽ ആ 7 ക്രിസ്റ്റൽസിൽ 14 ബ്രെവീസ് ലാറ്റിസുകളാണ്, 14 ലാറ്റിസ് പോയിന്റുകളാണ് അവർ കാണിക്കാം. അപ്പോൾ ടോട്ടൽ ക്രിസ്റ്റൽ സിസ്റ്റം 7 ആണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന 7 ക്രിസ്റ്റൽ സിസ്റ്റം ആണുള്ളത്. അതിൽ 14 ലാറ്റിസുകളിലായിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ മക്കളെ. അപ്പോൾ ക്രിസ്റ്റൽ സിസ്റ്റത്തിൽ ഫസ്റ്റ് ക്രിസ്റ്റൽ സിസ്റ്റം എന്ന് പറയുന്നത് ക്യൂബിക് ക്രിസ്റ്റൽ സിസ്റ്റമാണ്. ക്യൂബിക്കിൽ ബ്രെവീസ് ലാറ്റിസുകൾ എന്ന് പറയുന്നത് പ്രിമിറ്റീവ് അതുപോലെ ഫേസ് സെൻറ്റേഡ് ബോഡി സെൻറ്റേഡ് എന്ന് പറയുന്ന 3 ലാറ്റിസിലും ആരിക്കും ക്യൂബിക് ക്രിസ്റ്റൽസ് ഇരിക്കും. അവർ ഇൻ്റർസെപ്റ്റ്സ് എന്ന് പറയുന്നത് A ഈസ് ഈക്വൽ ടു B ഈസ് ഈക്വൽ ടു C ആണ്. നമുക്കറിയാം ക്യൂബിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ്സ് ഒക്കെ ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ അവരുടെ ക്രിസ്റ്റൽ ആംഗിൾ എന്ന് പറയുന്നതും എന്താണ് A ഈസ് ഈക്വൽ ടു B ഈസ് ഈക്വൽ ടു G ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഒക്കെ എല്ലാ ആംഗിളുകളും 90 ഡിഗ്രികളാണ് ഇരിക്കുക കേട്ടോ മക്കളെ. അപ്പോൾ ക്യൂബിക് കാണിക്കുന്ന ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത് ലെഡ്, മെർക്കുറി, സിൽവർ, ഗോൾഡ്, ഡയമണ്ട്, സോഡിയം ക്ലോറൈഡ്, സിങ്ക് സൾഫേറ്റ് ഒക്കെയാണ് ഈ ക്യൂബിക് ക്രിസ്റ്റൽ ലാറ്റിസ് കാണിക്കുന്നത്, ക്യൂബിക് ലാറ്റിസ് കാണിക്കുന്നവർ കേട്ടോ. ക്ലിയർ ആയല്ലോ? അടുത്തതാണ് ഓർത്തോറോംബിക് കേട്ടോ. ഓർത്തോറോംബിക് സ്ട്രക്ചറാണ് മക്കളെ. അവരും ഇതുപോലെ എന്താണ് പ്രിമിറ്റീവ് കാണിക്കും, ഫേസ് സെൻറ്റേഡ് കാണിക്കും, ബോഡി സെൻറ്റേഡ് കാണിക്കും, എൻഡ് സെൻറ്റേഡ് കാണിക്കും. അങ്ങനെ 3 യൂണിറ്റ് സെല്ലുകളിലായിട്ടും അവർ 3 ബ്രെവീസ് ലാറ്റിസുകളാണ് അവർ കാണിക്കുക. 3 അല്ല 4 ബ്രെവീസ് ലാറ്റിസുകളാണ് അവർ കാണിക്കുക. അവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇൻ്റർസെപ്റ്റ്സ് എന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സൈഡിലൊന്നും എന്താവില്ല, ഈക്വൽ ആവില്ല. A നോട്ട് ഈക്വൽ ടു B നോട്ട് ഈക്വൽ ടു C ആണ് കാണിക്കുക. പക്ഷേ അവരുടെ ആംഗിൾസ് എല്ലാവരും എന്താണ് ആ എഡ്ജ് ആംഗിൾസ് എല്ലാതും എന്തായിരിക്കും 90 ഡിഗ്രി ആയിരിക്കും കാണിക്കുക. KNO ടു K2 SO4 ഒക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. അത് ടെട്രാഗണൽ ഷേപ്പാണ് മക്കളെ. ടെട്രാഗണൽ കാണിക്കുക, പ്രിമിറ്റീവ് ആൻഡ് ബോഡി സെൻറ്റേഡ് ആണ് കാണിക്കുക. 2 ബ്രെവീസ് ലാറ്റിസ് ആണ് കാണിക്കുക. A ഈസ് ഈക്വൽ ടു B ആണ്, ബട്ട് B നോട്ട് ഈസ് ഈക്വൽ ടു C ആണ് മക്കളെ. A ഈസ് ഈക്വൽ ടു B ഈസ് ഈക്വൽ ടു G ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണ് കാണിക്കുക കേട്ടോ. അതും 90 ഡിഗ്രി ആണ് കാണിക്കുക. TiO2 SnO2 അതായത് ടിൻ ഓക്സൈഡ്, അതുപോലെ തന്നെ ടൈറ്റാനിയം ഓക്സൈഡ് ഒക്കെയാണ് അതിന് മെയിനായിട്ടുള്ള എക്സാമ്പിളായിട്ട് പറയുന്നത് കേട്ടോ മക്കളെ. ക്ലിയർ ആയല്ലോ? ഓക്കെ മക്കളെ, അടുത്താണ് മോണോക്ലിനിക് ആണ് മക്കളെ. മോണോക്ലിനിക്കിൽ പ്രിമിറ്റീവ് ആൻഡ് എൻഡ് സെൻറ്റേഡ് ബ്രെവീസ് ലാറ്റിസ് ആണ് കാണിക്കുക അവർ. A നോട്ട് ഈക്വൽ ടു B നോട്ട് ഈക്വൽ ടു C ആണ്. അതുപോലെ തന്നെ Aയും Gയും 90 ഡിഗ്രി ആണ്, പക്ഷേ B നോട്ട് ഈസ് ഈക്വൽ ടു 90 ആണ്. കോപ്പർ സൾഫേറ്റ് ആണ് അതിന് മോണോക്ലിനിക്കിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് കേട്ടോ. ഇനി ട്രൈ ക്ലിനിക് ആണ് മക്കളെ. പ്രിമിറ്റീവ് മാത്രമേ കാണിക്കുള്ളൂ. A നോട്ട് ഈസ് ഈക്വൽ ടു B നോട്ട് ഈക്വൽ ടു C ആണ്. Aയും Bയും ഈക്വൽ ആണ്. ഈ A, B ആൻഡ് G നോട്ട് ഈക്വൽ ആണ്. അവർ നോട്ട് ഈക്വൽ ടു 90യുമാണ്. അവർ പരസ്പരം ഈക്വൽ അല്ല എന്ന് വെച്ചാൽ 90യോടും ഈക്വൽ അല്ല മക്കളെ. K2Cr2O7 CaSO4.5H2O ഒക്കെയാണ് ട്രൈ ക്ലിനിക് ക്രിസ്റ്റൽ ലാറ്റിസ് കാണിക്കുക മക്കളെ. അടുത്തതാണ് മക്കളെ ഹെക്സഗണൽ ആണ്. ഹെക്സഗണൽ ക്രിസ്റ്റൽ ലാറ്റിസ് ആണ്. അത് പ്രിമിറ്റീവ് ആണ് കാണിക്കുക. A ഈസ് ഈക്വൽ ടു B ആണ്, ബട്ട് നോട്ട് ഈസ് ഈക്വൽ ടു C ആണ് മക്കളെ. Aയും Bയും 90 ഡിഗ്രി ആയിരിക്കും. എന്നാൽ G എന്ന് പറയുന്നത് 120 ആംഗിളാണ്. അപ്പോൾ ഹെക്സഗണൽ വന്നാൽ തന്നെ നമുക്കറിയാം 120 ആംഗിൾ വരും അവിടെ. മഗ്നീഷ്യം, സിലിക്കൺ ഓക്സൈഡ്, സിങ്ക്, കാഡ്മിയം ഒക്കെ ഹെക്സഗണൽ ക്രിസ്റ്റൽ ലാറ്റിസ് ആണ് കാണിക്കുക. അത് റോംബോ ഹെഡ്രലാണ് മക്കളെ. റോംബോ ഹെഡ്രലാണ് സ്ട്രക്ചർ. അവർ പ്രിമിറ്റീവ് ആയിട്ടുള്ള യൂണിറ്റ് സെൽ മാത്രമേ തരുള്ളൂ, ബ്രെവീസ് ലാറ്റിസ് മാത്രമേ തരുള്ളൂ. A ഈക്വൽ ടു B ഈസ് ഈക്വൽ ടു C ആണ് മക്കളെ. Aയും Gയും 90 ഡിഗ്രി ആയിരിക്കും, പക്ഷേ B നോട്ട് ഈക്വൽ ടു 90 ആണ് വരിക. അപ്പോൾ ആൽഫ ബീറ്റ ഗാമ എന്ന് നമ്മളതിന് പറയാം കേട്ടോ. ആൽഫ ബീറ്റ ഗാമ കാണാം. അതാണ് A B G എന്ന് പറയുന്നത്. ആൽഫ എന്ന് പറയുന്നത് A, ബീറ്റ എന്ന് പറയുന്നത് B, ഗാമ എന്ന് പറയുന്നതാണ് Gയിൽ നമ്മൾ നോട്ട് ചെയ്യുന്നത് മക്കളെ. AS, അതുപോലെ HB, BI, CaCO3 ഒക്കെയാണ് റോംബോ ഹെഡ്രൽ സ്ട്രക്ചർ കാണിക്കുന്നത് മക്കളെ. അപ്പോൾ ഇതിൻ്റെ ഈ പോയിന്റുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മക്കൾ ഓർത്ത് വെക്കേണ്ടതുണ്ട്. കാരണം ഈ ആംഗിളുകളും ഇൻ്റർസെപ്റ്റ്സും എക്സാമ്പിൾസും ഒക്കെ ചോദിക്കും കേട്ടോ മക്കളെ. ഓക്കെ,
അടുത്തത് മക്കളെ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ യൂണിറ്റ് സെല്ലിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് കേട്ടോ. പ്രിമിറ്റീവ് അതുപോലെ ബോഡി സെൻറ്റേഡ് ഫേസ് സെൻറ്റേഡ് ആയിട്ടുള്ള യൂണിറ്റ് സെല്ലുകളിലെ നമ്പർ ഓഫ് ആറ്റംസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം പ്രിമിറ്റീവ് ക്യൂബിക് യൂണിറ്റ് സെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കോർണേഴ്സിൽ മാത്രം കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസ് ഇരിക്കുക. കോർണേഴ്സിൽ മാത്രം കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾ ഇരിക്കുകയാണെങ്കിൽ അതാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറയാം അല്ലേ. അവിടെ നമ്പർ ഓഫ് കോർണേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്പർ ഓഫ് കോർണേഴ്സ് അവർ 8 ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഓരോ കോർണേഴ്സിലും നമ്പർ ഓഫ് ആറ്റംസ് അറ്റ് കോർണർ, ഓരോ കോർണേഴ്സിലും 8 × 1/8 ആണ് ആരുണ്ടാവുക, പാർട്ടിക്കിൾസ് ഉണ്ടാവുക. അതായത് 1 ആണ് ഉണ്ടാവുക മക്കളെ. അങ്ങനെ ടോട്ടലായിട്ട് പറയുന്നത് നമ്പർ ഓഫ് ആറ്റംസ് അറ്റ് കോർണേഴ്സിലത്തെ ആറ്റം എന്ന് പറയുന്നത് 1 ആണ് മക്കളെ ഉണ്ടാവുക. നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ഫേസിൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും മക്കളെ. നമ്പർ ഓഫ് ആറ്റംസ് അറ്റ് ബോഡി സെൻറ്റേഡിൽ എത്രയായിരിക്കും മക്കളെ? 0 ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ ടോട്ടലായിട്ട് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അറ്റ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് എപ്പോഴും എത്രയായിരിക്കും മക്കളെ? 1 ആയിരിക്കും വരാം. അടുത്ത് നമ്മൾ ബോഡി സെൻറ്റേഡ് പറയുകയാണെങ്കിൽ ബോഡിയുടെ സെൻറ്ററിലും അറ്റ് എ ടൈമിൽ ബോഡി സെൻറ്ററിലും അറ്റ് എ ടൈം കോർണേഴ്സിലും ആസ് വെൽ ആസ് കോർണേഴ്സിലും പാർട്ടിക്കിൾസ് ഇരിക്കുകയാണെങ്കിൽ അവരെയാണ് നമ്മളിതെന്ന് പറയുന്നത് ബോഡി സെൻറ്റേഡ് ക്യൂബിക് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് അറ്റ് കോർണേഴ്സ് എപ്പോഴും എത്രയായിരിക്കും? കോർണേഴ്സിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് 1 ആയിരിക്കും ഉണ്ടാവുക. നമ്പർ ഓഫ് ആറ്റംസ് ഫേസിൽ 0 ആണുള്ളത്. നമ്പർ ഓഫ് ആറ്റംസ് ബോഡി സെൻറ്ററിൽ എത്രയാണ്? 1 ആണുള്ളത്. അങ്ങനെ ടോട്ടൽ കോർണേഴ്സിലത്തെ ഒരു ആറ്റവും അതുപോലെ തന്നെ ബോഡി സെൻറ്ററിൽ ഒരു ആറ്റവും കമ്പൈൻ ചെയ്തിട്ട് 2 ആറ്റംസ് ആയിരിക്കും ബോഡി സെൻറ്റേഡ് ക്യൂബിക് സെല്ലിൽ ഉണ്ടായിരിക്കുക മക്കളെ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ആ നമ്പറുകൾ പഠിച്ചാൽ മതി കേട്ടോ. പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിലാണെങ്കിൽ ഒരു ആറ്റവും ബോഡി സെൻറ്റേഡ് യൂണിറ്റ് സെല്ലാണെങ്കിൽ 2 ആറ്റംസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ യൂണിറ്റ് സെല്ലാണ് മക്കൾ ഓർത്ത് വെക്കേണ്ടത് കേട്ടോ. പ്രോബ്ലംസ് ഒക്കെ വരുമ്പോഴൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ചോദിക്കാം, അതുകൊണ്ടാണ് കേട്ടോ. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തതാണ് ഫേസ് സെൻറ്റേഡ്. ഫേസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർണേഴ്സിലും ആസ് വെൽ ആസ് ഓൾ ദ ഫേസുകളുടെ സെൻറ്ററുകളിലും ആര് കാണുന്നു? നമുക്ക് ഈ കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിളെ കാണാനായിട്ട് പറ്റും. അങ്ങനെ കോർണറുകൾ 8 ആണുള്ളത്. അങ്ങനെ 8ൽ 1/8 ആയിട്ട് 8 ആളാണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ 8 × 1/8 നമുക്ക് 1 കിട്ടുന്നു മക്കളെ. ഇനി നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 6 ഫേസ് ആണുള്ളത്. 6 ഫേസിലും 2 യൂണിറ്റ് സെല്ലുകളാണ് ഓരോ കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ 6 × 1/2 നമുക്ക് എന്താക്കി മാറ്റാം? = 3 ആയിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ നമ്പർ ഓഫ് ബോഡി സെൻറ്ററിൽ 0 ആറ്റംസ് ആണ് ഇരിക്കുന്നത്. ഇനി 3 കൂടി ആഡ് ചെയ്ത് നോക്കുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഫേസ് സെൻറ്റേഡ് യൂണിറ്റ് സെൽ, ഫേസ് സെൻറ്റേഡ് ക്യൂബിക് അല്ലെങ്കിൽ ക്യൂബിക് ക്ലോസ് പാക്ഡ് യൂണിറ്റ് സെൽ, 2 ഉം 1 മക്കളെ. ഫേസ് സെൻറ്റേഡ് ക്യൂബിക് ഓർ ക്യൂബിക് ക്ലോസ് പാക്ഡ് യൂണിറ്റ് സെല്ലിൽ 4 ആറ്റംസ് ആയിരിക്കും ടോട്ടൽ ഉണ്ടാവുക. ടോട്ടൽ നമ്പർ ഓഫ് ആറ്റം എന്ന് പറയുന്നത് 4 ആയിരിക്കും മക്കളെ. കോർണേഴ്സിലെ ടോട്ടൽ നോക്കുമ്പോൾ 1 ഉം അതുപോലെ ഫേസിലെ ടോട്ടൽ നോക്കുമ്പോൾ 3 ഉം ആണ്. അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ഫേസ് FCG എന്ന് പറയാം, അല്ലെങ്കിൽ CCP എന്ന് പറയാം. രണ്ടിലും മക്കളെ 4 ആണ് ഇരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്ത മക്കളെ നമ്മൾ ഒരു സോളിഡിൻ്റെ അല്ലെങ്കിൽ ക്രിസ്റ്റലിൻ്റെ ക്ലോസ് പാക്കിംഗ്, അതായത് അല്ലെങ്കിൽ പാക്കിംഗ് എഫിഷ്യൻസി നമ്മൾ പറയുകയാണെങ്കിൽ പാക്കിംഗ് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു വോളിയം ഓക്യുപ്പൈഡ് ബൈ ഓൾ ദ ആറ്റം പ്രസൻറ്റ് ഇൻ ദ യൂണിറ്റ് സെല്ല് ബൈ ടോട്ടൽ വോളിയം ഓഫ് യൂണിറ്റ് സെൽ ഇൻറ്റു 100 ആണ്. അതാണ് പാക്കിംഗ് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വോളിയം ഓഫ് ഓക്യുപ്പൈഡ് ഓൾ ദ ആറ്റംസ് പ്രസൻറ്റ് ഇൻ യൂണിറ്റ് സെല്ലിൽ പ്രസൻറ്റ് ചെയ്യുന്ന ആറ്റത്തിൻ്റെ വോളിയവും അവിടെ യൂണിറ്റ് സെല്ലിൻ്റെ വോളിയം തമ്മിലുള്ള റേഷ്യോനെ ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാക്കിംഗ് എഫിഷ്യൻസി കിട്ടും മക്കളെ. അപ്പോൾ ഓൾറെഡി നമ്മൾ പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുവച്ചിരിക്കുന്നതാണ്, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളതാണ് പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത് മക്കളെ. അപ്പോൾ HCP അതുപോലെ CCP FCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്പർ ഓഫ് ആറ്റംസ് 4 ആയിരിക്കും. അവിടുത്തെ ആ ഒരു റേഡിയസ് എഡ്ജ് ലെങ്ത്തും റേഡിയസും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് RA/2√2 ആണ് വരിക. ഇത് നമുക്ക് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പാക്കിംഗ് എഫിഷ്യൻസി 74% ആണ് നമുക്ക് കിട്ടുക. അതുപോലെ BCC ആണ് മക്കളെ, ബോഡി സെൻറ്റേഡ് ക്യൂബിക് സെല്ലാണ്. ഇതിലെ 2 ആണ് അവിടുത്തെ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത്. അവിടെ 68% ആണ് പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. റേഡിയസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് R √3/4 ഇൻറ്റു A ആണ് കിട്ടുക മക്കളെ. ഇനി സിമ്പിൾ ക്യൂബിക് ലാറ്റീസ് എന്ന് പറയുമ്പോൾ പ്രിമിറ്റീവ് സെൽ എന്ന് പറയുമ്പോൾ 1 ആണ് നമ്പർ ഓഫ് ആറ്റംസ് ഉള്ളത്. R A/2 ആണ് കിട്ടുക മക്കളെ. 52.4 ആണ് അവിടുത്തെ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ ആ പാക്കിംഗ് എഫിഷ്യൻസി കേട്ടോ, അതായത് ക്ലോസ് സ്ട്രക്ചറും അതുപോലെ തന്നെ പാക്കിംഗ് എഫിഷ്യൻസി തമ്മിൽ അത് എന്താണെന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ CCP അതുപോലെ HCP FCCയിൽ വരുമ്പോൾ 74 ആണ് വരിക, BCCയിൽ വരുമ്പോൾ 68 ആണ് വരിക മക്കളെ. സിമ്പിൾ ക്യൂബിക് അല്ലെങ്കിൽ പ്രിമിറ്റീവ് സെല്ലിൽ വരുമ്പോൾ 52.4% ആണ് വരിക. അവരുടെ റേഡിയസും എഡ്ജ് ലെങ്ത്തും തമ്മിലുള്ള റിലേഷനും എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ മക്കളെ.
മക്കളെ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡെൻസിറ്റി ഓഫ് എ ക്രിസ്റ്റൽ ലാറ്റിസ്. അപ്പോൾ ക്രിസ്റ്റൽസ് നമുക്കറിയാം സോളിഡ് ആണ്, സോളിഡിന് ഹൈ ഡെൻസർ ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലേ. 3 സ്പേസിൽ നോക്കുമ്പോൾ ഏറ്റവും ഡെൻസിറ്റി കൂടുതൽ സോളിഡ് സ്റ്റേറ്റിനാണ്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് ക്രിസ്റ്റൽ ലാറ്റിസ് ആണ് അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആറ്റം പെർ യൂണിറ്റ് സെൽ ഇൻറ്റു മാസ് നമ്പർ ഡിവൈഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ ഇൻറ്റു NA ആണ് നമ്മൾ ചെയ്യുക. അതായത് NA ഇസ് അവഗാഡ്രോ നമ്പറാണ്. അപ്പോൾ ഇവിടെ R ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് യൂണിറ്റ് സെൽ എന്താണ് നമ്മൾ സെഡ് ആയിട്ടാണ് എടുക്കുക. അപ്പോൾ നമ്പർ ഓഫ് യൂണിറ്റ് സെൽ നമ്മൾ എന്താണ് സെഡ് ആണ് എടുക്കുക കേട്ടോ മക്കളെ. അപ്പോൾ നമ്പർ ഓഫ് യൂണിറ്റ് സെൽ ഇൻറ്റു മാസ് നമ്പർ നമുക്കറിയാം അറ്റോമിക് മാസ് ആണ്, ഡിവൈഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ V ഇൻറ്റു NA ആണ്. അപ്പോൾ എന്താണ് മക്കളെ സെഡ് ഇൻറ്റു M ബൈ V ഇൻറ്റു NA ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡെൻസിറ്റി ഓഫ് ക്രിസ്റ്റൽ ലാറ്റിസ് കിട്ടും മക്കളെ. ഇനി നമ്മുടെ ഈ ലാറ്റിസുകൾ അല്ലെങ്കിൽ നമ്മൾ ഈ ലാറ്റിസുകളെ കോൺസ്റ്റൻറ്റ് പാർട്ടികൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുമ്പോൾ അവിടെ വോയിഡുകൾ ഉണ്ടാകും മക്കളെ. അപ്പോൾ ഈ വോയിഡുകൾ ഒക്ടാഹീഡ്രൽ വോയിഡും ടെട്രാഹീഡ്രൽ വോയിഡുകളും നമുക്ക് കിട്ടുന്നു. അപ്പോൾ നമ്പർ ഓഫ് ഒക്ടാഹീഡ്രൽ വോയിഡ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് എഫക്റ്റീവ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ യൂണിറ്റ് സെൽ. ഒരു യൂണിറ്റ് സെല്ലിൽ എത്ര ആറ്റംസ് ഉണ്ടോ അത്രയും എന്തുണ്ടാവും? ഒക്ടാഹീഡ്രൽ വോയിഡ് അവിടെ ഉണ്ടാവും. അപ്പോൾ N ആണ് നമ്പർ ഓഫ് യൂണിറ്റ് സെൽ, നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് സെല്ലിൽ നമ്പർ ഓഫ് ആറ്റംസ് N ആണെങ്കിൽ അവിടുത്തെ ഒക്ടാഹീഡ്രൽ വോയിഡ് എത്രയായിരിക്കും മക്കളെ? N ആയിരിക്കും കിട്ടുക. ഇനി നമ്പർ ഓഫ് ടെട്രാഹീഡ്രൽ വോയിഡ് എന്ന് പറയുന്നത് 2 times ഓഫ് ദി നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ യൂണിറ്റ് സെൽ. യൂണിറ്റ് സെല്ലിൻ്റെ 2 times ആയിട്ട് ഉണ്ടായിരിക്കുക കേട്ടോ. അതായത് 2 ഇൻറ്റു N കിട്ടും നമുക്ക്. അപ്പോൾ നമ്പർ ഓഫ് ടെട്രാഹീഡ്രൽ വോയിഡ് എന്ന് പറയുന്നത് എന്താണ്? 2N ആയിരിക്കും മക്കളെ വരിക. അപ്പോൾ നമ്പർ ഓഫ് ടെട്രാഹീഡ്രൽ വോയിഡ് എന്ന് പറയുന്നത് 2 നമ്പർ ഓഫ് ഒക്ടാഹീഡ്രൽ വോയിഡ്. അപ്പോൾ ടെട്രാഹീഡ്രൽ വോയിഡ് എന്ന് പറയുന്നത് ഒക്ടാഹീഡ്രൽ വോയിഡിൻ്റെ 2 times ആയിരിക്കും വരിക മക്കളെ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ വോയിഡുകൾ നോക്കണം, വോയിഡിൽ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് വരും മക്കളെ. അപ്പോൾ ടെട്രാഹീഡ്രൽ വോയിഡ് ആണെങ്കിൽ N ആയിരിക്കും, ഒക്ടാഹീഡ്രൽ വോയിഡ് ആണെങ്കിൽ 2N ആയിരിക്കും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. ക്ലിയർ ആയല്ലോ മക്കളെ? അടുത്തത് ഓരോ സ്ട്രക്ചറും ജോമെട്രിയും അവരുടെ കോർഡിനേഷൻ നമ്പറും ആണ് പറയുന്നത് കേട്ടോ. ജോമെട്രി അവരുടെ കോർഡിനേഷൻ നമ്പറും അതിൻ്റെ എക്സാമ്പിൾസും ആണ് പറയുന്നത്. അപ്പോൾ കോർഡിനേഷൻ നമ്പർ 2 വരുന്ന ആൾക്കാർക്ക് ലീനിയർ സ്ട്രക്ചർ ആയിരിക്കും. ഇപ്പോൾ BF2 ഒക്കെ ലീനിയർ സ്ട്രക്ചറാണ് തരിക മക്കളെ. അതുപോലെ തന്നെ പ്ലാനാർ ട്രയാങ്കുലർ പ്ലാനാറായി വരുമ്പോൾ 3 ആണ് കോർഡിനേഷൻ നമ്പർ വരിക, AlCl3. അതുപോലെ ടെട്രാഹെഡ്രൽ വരുമ്പോൾ 4 വരും, ZnS. 4 അത് സ്ക്വയർ പ്ലാനാർ വരുമ്പോൾ 4 PtCl4 2-. 6 ഒക്ടാഹീഡ്രൽ വരിക, NaCl. 8 ബോഡി സെൻറ്റേഡ് ക്യൂബിക് വരിക, അതുപോലെ CaCl. ഇതൊക്കെയാണ് കോർഡിനേഷൻ നമ്പറുകൾ വരുന്നത് കേട്ടോ മക്കളെ, കോർഡിനേഷൻ നമ്പേഴ്സ് വരുന്നത്. അപ്പോൾ കോർഡിനേഷൻ നമ്പറും അതിൻ്റെ ജോമെട്രിയും അതുപോലെ തന്നെ അതിൻ്റെ എക്സാമ്പിൾസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. അതിൻ്റെ റേഡിയസിൻ്റെ ആ റിലേഷൻഷിപ്പും ഒന്ന് നോക്കുക. X എന്ന് പറയുന്നതാണ് റേഡിയസ് എന്ന് പറയുന്നത്. 0.1.5 ഗ്രേറ്റർ ആണോ വരിക, ഇൻ ബിറ്റ്വീനാണോ, ഗ്രേറ്റർ ദാൻ ഈക്വൽ ആണോ നമുക്ക് ജസ്റ്റ് ഒന്ന് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാന്നേ ഉള്ളൂ കേട്ടോ മക്കളെ. അടുത്ത ഡിഫക്റ്റ് ഇൻ ക്രിസ്റ്റലാണ്. അപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റിൽ ചില ഡിഫക്റ്റുകൾ കാണിക്കാറുണ്ട്. അപ്പോൾ ആ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് 2 ഡിഫക്റ്റുകളാണുള്ളത്. 2 ടൈപ്പ് ഡിഫക്റ്റാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യേണ്ടത്. സോഷ്യോമെട്രിക് ഡിഫക്റ്റ് ആൻഡ് നോൺ സോഷ്യോമെട്രിക് ഡിഫക്റ്റ് ആണ് മക്കളെ. ഈ സോഷ്യോമെട്രിക് ഡിഫക്റ്റിൽ 2 ടൈപ്പ് ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഷോർട്ട് കീ ഡിഫക്റ്റ് ആൻഡ് ഫ്രെങ്കൽ ഡിഫക്റ്റ് ആണ്. അപ്പോൾ ഷോർട്ട് കീ ഡിഫക്റ്റ് ആദ്യം നോക്കാം. ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് വെച്ചാൽ ചില ലാറ്റിസുകൾ അവിടെ നിന്ന് എന്താണ് അൺഓക്യുപ്പൈഡ് ആണ്, ചില ലാറ്റിസുകൾ അവിടെ നിന്ന് എന്താണ് മിസ്സിങ് കാണിക്കാം, ചില ലാറ്റിസുകളുടെ മിസ്സിങ് കാണിക്കുക. അതാണ് നമ്മൾ സോഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയാം. അപ്പിയേഴ്സ് ഇൻ അയോണിക് കോമ്പൗണ്ട്സിലാണ് മെയിലായിട്ട് ഇത് അപ്പിയർ ചെയ്യുക. ഇൻ വിച്ച് ആനിയോൺസ് ആർ കാറ്റയോൺസ് ആർ ഇൻ ദ നിയർലി സെയിം സൈസ്. ആനിയോൺസിൻ്റെയും കാറ്റയോൺസിൻ്റെയും സൈസ് എങ്ങനെയായിരിക്കും മക്കൾ? നിയർലി സെയിം ആയിരിക്കും. ഇനി ഇവിടുന്ന് ഒക്യുപ്പൈ ചെയ്യുന്ന കാരണമുണ്ട്, ക്രിസ്റ്റൽ ലാറ്റിസ് അൺഒക്യുപ്പൈ ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ ഇവിടെ ഡെൻസിറ്റി എന്ത് ചെയ്യുന്നു മക്കളെ? ഡിഗ്രീസ് ചെയ്യാണ് ചെയ്യുക കേട്ടോ. ഡെൻസിറ്റി ഡിഗ്രീസ് ചെയ്യുന്നു. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ NaCl ആൻഡ് KCl AgCl ഒക്കെ നമ്മളിതിന് എക്സാമ്പിളായിട്ട് പറയാനായിട്ട് പറ്റും മക്കളെ. അടുത്തത് ഇതിൽ ഷോർട്ട് കീ ഡിഫക്റ്റിന് പകരം അത് ഷോർട്ട് കീ ഡിഫക്റ്റ് പോലെ തന്നെ സോഷ്യോമെട്രിക് ഡിഫക്റ്റിൽ കാണിക്കുന്ന രണ്ടാമത്തെ ഡിഫക്റ്റാണ് ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അയോൺ ഡിസ്ലൊക്കേഷൻ ആണ് നടക്കുക മക്കളെ. അയോൺസ് അവരുടെ സൈറ്റിൽ നിന്ന് എണിച്ച് അവർ ഇൻറ്റർസീഷ്യൽ സൈറ്റിലേക്കൊക്കെ മാറിയിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു ഇൻറ്റർസീഷ്യൽ ഡിഫക്റ്റ് എന്ന് നമുക്ക് ഇതിനെ പറയാനായിട്ട് പറ്റും. ഇൻറ്റർസീഷ്യൽ പൊസിഷനിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ ക്രിസ്റ്റലാറ്റിസിൽ ഒരു നെഗറ്റീവ് അയോൺസ് എന്താണ് മച്ച് ലാർജർ ദാറ്റ് ഓഫ് പോസിറ്റീവ് അയോൺസിനേക്കാളും നെഗറ്റീവ് അയോൺസ് ആണ് അവിടെ കൂടി വരിക മക്കളെ. അപ്പോൾ അവർ മിസ്സിങ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒക്യുപ്പൈ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഡെൻസിറ്റിയിൽ ഒരു വ്യത്യാസം അവിടെ ഉണ്ടാവില്ല. എക്സാമ്പിളായിട്ട് AgBr ZnS ആണ് കാണിക്കുക മക്കളെ. അപ്പോൾ ഷോർട്ട് കീ ഡിഫക്റ്റും ഫ്രെങ്കൽ ഡിഫക്റ്റും ഒരുപോലെ കാണിക്കുന്ന ക്രിസ്റ്റൽസ് ആണ് AgBr എന്ന് പറയുന്നത് മക്കളെ. അപ്പോൾ AgBr ബോത്ത് ഷോ എന്താണ് ഷോർട്ട് കീ ഡിഫക്റ്റ് ആൻഡ് ഫ്രെങ്കൽ ഡിഫക്റ്റ്. ഷോർട്ട് കീ ഡിഫക്റ്റും ഫ്രെങ്കൽ ഡിഫക്റ്റും കാണിക്കും ആരെന്ന് പറയുന്നത് AgBr എന്ന് പറയുന്നത് കേട്ടോ മക്കളെ. ഇനി നോക്കുക, ഇതിൽ ആനിയോണിൻ്റെ സൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ ഈ സൈസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? കുറവായിരിക്കണം കേട്ടോ. ഡിഫറൻസ് ബിറ്റ്വീൻ ദ അയോണിക് സൈസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഗ്രേറ്റർ ആയിരിക്കണം. അങ്ങനെ എന്നാൽ മാത്രമാണ് അവിടെ എന്ത് കാണിക്കുള്ളൂ? ഇൻറ്റർസീഷ്യൽ ഡിഫക്റ്റ് കാണിക്കുള്ളൂ മക്കളെ. ക്ലിയർ ആയല്ലോ?
അടുത്ത മക്കളെ നോൺ സോഷ്യോമെട്രിക് ഡിഫക്റ്റ് ആണ്. നോൺ സോഷ്യോമെട്രിക് ഡിഫക്റ്റിൽ ഫസ്റ്റ് ഡിഫക്റ്റ് ആണ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. സെക്കൻഡ് വൺ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. അപ്പോൾ പേര് പോലെ തന്നെയാണ് മക്കളെ, മെറ്റൽ എക്സസ് ആയിട്ട് വരിക. ഒന്ന് ആനിയോണിക് വേക്കൻസി പോലെ, അല്ലെങ്കിൽ എക്സ്ട്രാ കാറ്റയോൺ. ആനിയോണിൻ്റെ വേക്കൻസിയോ അല്ലെങ്കിൽ എക്സ്ട്രാ കാറ്റയോൺ ആണ് അവിടെ എന്തുണ്ടാക്കുന്നത്, മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ആനിയോണിക് വേക്കൻസി കാരണം ആനിയോൺ ഇറങ്ങി പോകുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോൺ ആ ഇൻഡസ്ട്രിയൽ സൈറ്റിൽ വന്നിരിക്കുകയാണ് ചെയ്യുക. ആ ഇലക്ട്രോൺസ് വന്നിരിക്കുന്നത് ആ ഒരു സെൻറ്ററിനെയാണ് നമ്മൾ എഫ് സെൻറ്റർ എന്ന് പറയുക. അതായത് ആ എഫ് സെൻറ്റർ ഫോം ചെയ്യുമ്പോൾ ക്രിസ്റ്റൽസിന് എന്ത് വരുന്നു, കളേഴ്സ് ഫോം ചെയ്യുന്നു മക്കളെ. അപ്പോൾ എഫ് സെൻറ്റർ ആണ് ഹോൾ പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് ആനിയോൺ വിച്ച് ഈസ് ഓക്യുപ്പൈഡ് ബൈ ആൻ ഇലക്ട്രോൺ. ഒരു ഹോൾ ഓക്യുപ്പൈ ചെയ്യാണ്, ഈ ഹോളിൽ ഒരു ഇലക്ട്രോൺ വന്ന് ഓക്യുപ്പൈ ചെയ്യുമ്പോൾ അതിന് നമ്മൾ എഫ് സെൻറ്റർ എന്ന് പറയാം. അത് ക്രിസ്റ്റൽസിനെ കളർ പ്രൊവൈഡ് ചെയ്യുന്നു മക്കളെ. ഇനി മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റലിൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാവുക. അപ്പോൾ മെറ്റലിൻ്റെ ഡെഫിഷ്യൻസി മൂലം എന്താ, നമ്മൾ വേരിയബിൾ വാലൻസീസ് ഓഫ് മെറ്റലിൻ്റെ വേരിയബിൾ വാലൻസി കാരണം കൂടെ ഉണ്ടാവാം. അല്ലെങ്കിൽ പോസിറ്റീവ് അയോൺ മിസ് ചെയ്തിട്ട് ലാറ്റിസൈറ്റിൽ പോയിരിക്കുക. അപ്പോൾ എക്സ്ട്രാ നെഗറ്റീവ് ചാർജസ് ബാലൻസ് ചെയ്യാനായിട്ട് വരും. നിയർ ബൈ എ മെറ്റലാണ്. അങ്ങനെ എന്താണ്, 2 ചാർജസ് ഇൻസ്റ്റെഡ് ഓഫ് 1 വരും. 2 ചാർജുകൾ ഇൻസ്റ്റെഡ് ഓഫ് 1ൽ 2 ചാർജുകൾ എക്സ്ട്രാ ആയിട്ട് വരികയാണ് മക്കളെ. അതാണ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. അപ്പോൾ നെഗറ്റീവ് അയോൺസ് കൂടുകയും മെറ്റലിൻ്റെ എണ്ണം കുറയുകയും ചെയ്യുകയാണ് മക്കളെ ചെയ്യുക. അതാണ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫക്റ്റുകൾ പഠിച്ചു. അപ്പോൾ ഡിഫക്റ്റുകൾ മക്കളെ എക്സാമ്പിൾസ് ഒന്ന് ജസ്റ്റ് നോക്കുക. അതുപോലെ തന്നെ അതിൻ്റെ എന്താണെന്നുള്ളതും ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ക്ലിയർ ആയല്ലോ മക്കളെ. അപ്പോൾ അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സോളിഡ് സ്റ്റേറ്റിൽ പഠിക്കാനുള്ള മെയിനായിട്ടുള്ള കൺസെപ്റ്റുകൾ എന്ന് പറയുന്നത് ഇത്രയാണ് കേട്ടോ മക്കളെ. അടുത്ത മക്കളെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കുക, പാരാമാഗ്നറ്റിസം കാണിക്കും, ഡയാമാഗ്നറ്റിസം കാണിക്കും, ഫെറോ മാഗ്നറ്റിസം കാണിക്കും, ആൻറ്റി ഫെറോ മാഗ്നറ്റിസം ആൻഡ് ഫെറി മാഗ്നറ്റിസം ആണ് കാണിക്കാം. ഇതിൽ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വീക്ക് അട്രാക്ഷൻ എന്താണ്, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനോട് ഒരു വീക്ക് അട്രാക്ഷൻ കാണിക്കുന്ന ആൾക്കാരാണ് നമ്മൾ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അവർ അൺപെയ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആയിരിക്കും അവരിൽ ഉണ്ടാവുക. O2, Cu2+, Fe3+ ഒക്കെയാണ് അത് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് എക്സാമ്പിളായിട്ട് വരിക. ഡയാമാഗ്നറ്റിക് എന്ന് വെച്ചാൽ വീക്ക് റിപ്പൾഷൻ ആണ്. അതായത് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡായിട്ട് ഒരു വീക്ക് റിപ്പൾഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ് വരിക. TiO2, NaCl, H2O, ബെൻസീനൊക്കെ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. പെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണ് അവരിൽ കാണാം. അടുത്ത മക്കളെ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. സബ്സ്റ്റൻസ് വിച്ച് എക്സ്പീരിയൻസ് എ സ്ട്രോങ് അട്രാക്ഷൻ വെൻ പ്ലേസ്ഡ് ഇൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനോട് സ്ട്രോങ് അട്രാക്ഷൻ കാണിക്കുകയാണ്. അതാണ് ഫെറോ മാഗ്നറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അവർ ലാർജ് നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇവരുടെ കയ്യിലുണ്ടാവും. അയോൺ, നിക്കൽ, കൊബാൾട്ട്, CrO2, GD അതൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫെറോ മാഗ്നറ്റിക്സിന് എക്സാമ്പിളായിട്ട് പറയുന്നത്. അടുത്ത് ആൻറ്റി ഫെറോ മാഗ്നറ്റിസം ആണ് മക്കളെ. സബ്സ്റ്റൻസ് വിച്ച് എക്സ്പീരിയൻസ് നോ അട്രാക്ഷൻ ഇൻസിപ്പിറ്റ് ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ ഡ്യൂ ടു ദ സ്പ്രിങ് ഓഫ് ഇലക്ട്രോൺ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇൻ ഈക്വൽ നമ്പർ. അതായത് സ്പിൻ ഉണ്ടല്ലോ, സ്പിന്നിങ് എന്ന് പറയുന്നത് ഈക്വൽ നമ്പർ ഓപ്പോസിറ്റ് സ്പിന്നിങ് കാണിക്കുകയാണ്. അപ്പോൾ മാഗ്നറ്റിക് മൊമെൻറ്റം എന്ന് പറയുന്നത് 0 ആയിട്ട് വരികയാണ്. അവരാണ് നമ്മൾ ആൻറ്റി ഫെറോ മാഗ്നറ്റിക് എന്ന സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് കേട്ടോ മക്കളെ. അടുത്തത് ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസുകളാണ്. അവർ വീക്ക് അട്രാക്ഷൻ ഇൻസ്പിറ്റ് ഓഫ് ലാർജ് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ ഡ്യൂ ടു ദ സ്പിന്നിങ് ഓഫ് ഇലക്ട്രോൺ ഇസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ അൺഈക്വൽ നമ്പർ. അപ്പോൾ ഒരു സ്പിൻ ഓപ്പോസിഷൻ തന്നെയാണ് അവർ കാണിക്കുക. സ്പിൻ ഓപ്പോസിഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അവരെങ്ങനെയാണ്, അൺഈക്വൽ നമ്പർ ആയിരിക്കും സ്പിൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരിക കേട്ടോ. അൺഈക്വൽ നമ്പറുള്ള സ്പിൻ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് വരിക. Fe3O4, Mg Fe2O4 ഒക്കെയാണ് അതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ 2019 ക്വസ്റ്റ്യൻ ചെയ്യാനാണ് വിചാരിച്ചിരിക്കുന്നത്. നീറ്റിൻ്റെ 2019 ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ മക്കളെ. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരിക. അപ്പോൾ 2019 ഒരു ക്വസ്റ്റ്യനായിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ 2019 ക്വസ്റ്റ്യനാണ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ് മക്കളെ? ക്വസ്റ്റ്യനാണ്, എ കോമ്പൗണ്ട് ഈസ് ഫോംഡ് ബൈ കാറ്റയോൺ C and anion A. The anion from hexagonal close packed lattice and the cation occupies 75% of octahedral void. The formula of the compound is, ഇനി ആ കോമ്പൗണ്ടിൻ്റെ ഫോർമുല കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് മക്കളെ. നമുക്ക് ഫോർമുലാസ് തന്നിട്ടുണ്ട്, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ A എന്ന് പറയുന്നതും എന്താണ്, C എന്ന് പറയുന്നതും എന്താണ്, ആനിയോണും കാറ്റയോണുമാണ്.
അപ്പോൾ ഈ ആനയോണിൽ എന്ന് പറയുന്നതും കാറ്റയോൺ എന്ന് പറയുന്നതും എത്ര ആറ്റംസ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇതിൽ ആനയോൺ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിലും കാറ്റയോൺ അതിൻ്റെ 75 ഓഫ് ദി ഒക്ടാഹൈഡ്രൽ വോയിഡ്സിലുമാണ് ഇരിക്കുന്നത്. 75% ഓഫ് ഒക്ടാഹൈഡ്രൽ വോയിഡ്സിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് നമുക്ക് ചെയ്യാമല്ലോ. നമുക്ക് ആ ഈ നമ്പേഴ്സ് കണ്ടുപിടിക്കാം. എത്ര ആറ്റംസ് ആണുള്ളത്, ഈ സി എത്രയാണുള്ളത്, എ എത്രയാണ്, കാറ്റയോൺ എത്രയാണ്, ആനയോൺ എത്രയാണെന്നുള്ള നമ്പറാണ് ഉള്ളത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ മക്കളെ ആദ്യം തന്നെ നമുക്ക് നമ്പർ ഓഫ് യൂണിറ്റ് സെൽ ഇൻ HCP എന്ന് പറയുന്നത് 6 ആണ്. അതുപോലെ നമ്പർ ഓഫ് ഒക്ടാഹൈഡ്രൽ വോയിഡ് എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ ആനിയോൺ പെർ യൂണിറ്റ് സെൽ, അപ്പോൾ ആനിയോൺ എന്ന് പറയുന്നത് ഈ HCPയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആനിയോൺസിൻ്റെ എണ്ണം എത്രയായിരിക്കും മക്കളെ? 6 ആയിരിക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ ആനിയോൺസ് പെർ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് 6 ആണ്. ഇനി കാറ്റയോൺ പെർ യൂണിറ്റ് സെൽ എന്താണ് മക്കളെ വരിക? കാറ്റയോൺ നമുക്കറിയാം ഒക്ടാഹൈഡ്രൽ വോയിഡ് N ആണുള്ളത്. ഒക്ടാഹൈഡ്രൽ വോയിഡ് N ആണ് വരിക. അതിൻ്റെ 75% എന്ന് വെച്ചാൽ എന്താണ്? 6 × 75/100 ചെയ്താൽ മതി അല്ലേ? എന്താണ് പെർസെൻറ്റേജിൽ നിന്ന് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കത് 9/2 എന്ന് കിട്ടി. ഈ 9/2 നമ്പറാണ് കാറ്റയോൺ ഉള്ളത്. അതുപോലെ 6 നമ്പറാണ് ആനിയോൺ ഉള്ളത്. ഇനി നമുക്ക് കാറ്റയോണിൻ്റെയും ആനിയോണിൻ്റെയും റേഷ്യോസ് കണ്ടുപിടിക്കാം. അപ്പോൾ മക്കളെ റേഷ്യോയിൽ നമ്മൾ 9/2:6 ആണ് നമുക്ക് 9/2:6 കിട്ടും. ഇനി മക്കളെ 2 അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 9:6 × 2 കിട്ടും. അതായത് 9:12 കിട്ടി. അതായത് എത്രയാണ് മക്കളെ? സി എന്ന് പറയുന്നത് കാറ്റയോൺ എന്ന് പറയുന്നത് 3 എണ്ണവും ആനിയോൺ എന്ന് പറയുന്നത് 4 ആണ് വരിക. അപ്പോൾ C3A4 ആണ് വരിക മക്കളെ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഓക്കെ മക്കളെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ നോക്കാം. AB crystallized in a body-centered cubic lattice with the edge length A equal to 387 picometer. The distance between two oppositely charged ions is the lattice is. മക്കളെ BCC ആയിട്ടുള്ള ലാറ്റീസ് ആണ് തന്നിരിക്കുന്നത്. അവൻ്റെ എഡ്ജ് ലെങ്ത് തന്നിട്ടുണ്ട്. ഇനി ഒരു കാറ്റയോണും ആനയോണും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ BCC ലാറ്റീസിലെ ഈ കാറ്റയോണും ആനയോണും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു റിലേഷൻ ഉണ്ട് മക്കളെ. ആ ഒരു റിലേഷൻ ടീച്ചർ പറഞ്ഞുതരാം. മക്കളെ 4BCC ലാറ്റീസ് എന്ന് പറയുന്നത് 2 × r + r minus which is equal to √3a ആണ് മക്കളെ. അപ്പോൾ നമുക്ക് r + r minus is equal to എന്തെന്ന് എഴുതാം? √3a/2 ആണ്. അതായത് എന്താണ്? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 adjacent atoms. 2 adjacent atoms തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ 2 adjacent അയോൺസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്ത് കിട്ടി മക്കളെ? √3a/2 കിട്ടി നമുക്ക്. അപ്പോൾ ആ r1 + r- എന്ന് പറയുന്നത് r പ്ലസ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? r പ്ലസ് എന്ന് പറയുന്നത് കാറ്റയോണിൻ്റെ റേഡിയസ് ആണ്. r- എന്ന് പറയുന്നത് ആനിയോണിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ നമുക്ക് രണ്ടും അറിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആ ഒരു ഡിസ്റ്റൻസ് അറിയാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? എഡ്ജ് ലെങ്ത് അറിഞ്ഞാൽ മതി. അപ്പോൾ r + r- എന്ന് പറയുന്നതാണ് അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതറിയാൻ വേണ്ടി നമുക്ക് എന്താ? എഡ്ജ് ലെങ്ത് മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ ആ എഡ്ജ് ലെങ്ത് എത്രയും മക്കൾ നമുക്ക് അവർ തന്നിട്ടുണ്ട്? 387 picometer ആണ്. ഇനി അത് നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. √3a/2 എന്ന് പറയുന്ന ഇക്വേഷനിൽ 387 PM എന്ന് പറയുന്നത് എയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, എക്ക് പകരം പുട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? r++r- കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അവർ തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ മക്കളെ √3a/2 = നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താണ്? √3 × 387/2 അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ 335.14 കിട്ടും. 335.41 ആണ് കിട്ടുക. ഓപ്ഷനിലേക്ക് നോക്കുക മക്കളെ. ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ അങ്ങനെ ഒരു ആൻസർ ഇല്ല അല്ലേ? 335.14 എന്ന് പറയുന്നൊരു ആൻസർ ഇല്ല. പക്ഷേ എന്തുണ്ട്? 335, അതായത് 335 ഉണ്ട്. അതായത് 1 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി എടുത്ത് കളയാണ്. അങ്ങനെ നമ്മുടെ ഓപ്ഷൻ ഏതാണ് വരിക മക്കളെ? 335 picometer ആണ് വരിക. അപ്പോൾ 335 picometer എവിടെ കിടക്കുന്നത്? ഓപ്ഷൻ എ ആണ്. അപ്പോൾ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? ഓപ്ഷൻ എ ആണ് മക്കളെ. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിൽ ന്യൂമറിക്കലൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. തിയറി പോർഷൻ എന്ന് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ മക്കളെ. ഫോർ orthorhombic system, axial ratios are A not equal to B not equal to C and the axial angles are. അപ്പോൾ ഓർത്തോറോംബിക് എന്ന് പറയുന്നത് നമുക്കറിയാം അവരെന്താണ്? എഡ്ജ് ലെങ്ത്തുകൾ ഒരിക്കലും എന്താവില്ല? ഈക്വൽ ആവില്ല. എഡ്ജ് ലെങ്ത്തുകൾ ഡിഫറെൻ്റ് ആണ് മക്കളെ. പക്ഷേ
എന്താണ് ആക്സിയൽ ആംഗിൾസ്? ആക്സിയൽ ആംഗിൾ ഏതാണ് വരിക മക്കളെ? എഡ്ജ് ലെങ്ത്. ഓക്കെ, എഡ്ജ് ലെങ്ത് ഒന്നും ഈക്വൽ അല്ല, എഡ്ജ് ലെങ്ത് പരസ്പരം ഈക്വൽ അല്ല. പക്ഷേ അവരുടെ എന്താണ്, അവരുടെ ആക്സിയൽ ആംഗിൾസ് എല്ലാം ഈക്വലാണ്. ആക്സിയൽ ആംഗിൾസ് എല്ലാം ഈക്വലാണ് മക്കളെ. അപ്പോൾ ആക്സിയൽ ആംഗിൾ എല്ലാം ഈക്വലാണ്. അത് എത്രയാണ് മക്കളെ? 90 ഡിഗ്രിയുമാണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഏതാണ് മക്കളെ റൈറ്റ് ആൻസർ? ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് മക്കളെ റൈറ്റ് ആൻസർ. മക്കളെ അടുത്ത് നമുക്കപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതൊരു പ്രോബ്ലം ആണ് തന്നിരിക്കുന്നത്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നോക്കാം എന്താണ് പ്രോബ്ലം നമുക്ക് നോക്കാം. ദ സെക്കൻഡ് ഓർഡർ ബ്രാഗ് ഡിഫ്രാക്ഷൻ ഓഫ് എക്സ്-റേ വിത്ത് ലാംഡ ഈസ് ഈക്വൽ ടു 1.00 ആംസ്ട്രോം form a set of parallel planes in a metal occurs at an angle 60 degree. The distance between the scattering planes in the crystal is. എന്താ മക്കളെ? ബ്രാഗ് ഡിഫ്രാക്ഷൻ തന്നിട്ടുണ്ട്. നമ്മൾ എക്സ്റേയുടെ ബ്രാഗ് ഇക്വേഷൻ വെച്ചിട്ടാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് ബ്രാഗ് ഇക്വേഷൻ നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ ബ്രാഗ് ഇക്വേഷനിൽ ജസ്റ്റ് നമുക്ക് എന്താ ലാംഡയുടെ വാല്യൂ തന്നിട്ടുണ്ട് മക്കളെ. അതുപോലെ തന്നെ എത്ര പാരലൽ ലൈൻസ് ഉണ്ട് തന്നിട്ടുണ്ട് മക്കളെ. സെക്കൻഡ് ഓർഡർ ആണ് തന്നിട്ടുണ്ട്. എങ്കിൽ നമുക്ക് എന്താണ് അതിൽ ഇക്വേഷനിൽ നമുക്ക് പുട്ട് ചെയ്തൂടെ, ഇക്വേഷനിൽ പുട്ട് ചെയ്ത് കണ്ടുപിടിച്ചൂടെ. ഓക്കെ, അപ്പോൾ മക്കളെ n ലാംഡ ഈസ് ഈക്വൽ ടു 2d sin θ ആണ്. 2d sin θ ആണ് മക്കളെ. അപ്പോൾ മക്കളെ സെക്കൻഡ് ഓർഡർ റിയാക്ഷനാണ്, സെക്കൻഡ് ഓർഡർ ബ്രാഗ് ഡിഫ്രാക്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ഓർഡർ ബ്രാഗ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവിടുത്തെ n വാല്യൂ ഈസ് ഈക്വൽ ടു n എന്ന് പറയുന്നത് എത്രയായിരിക്കും മക്കളെ? 2 ആയിരിക്കും. അപ്പോൾ n 2 ആണ് മക്കളെ. വേവ് ലെങ്ത് തന്നിട്ടുണ്ട് 1.00 ആംസ്ട്രോം എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബോണ്ട് ആംഗിൾ തന്നിട്ടുണ്ട് മക്കളെ. എത്രയാണ്? 60 ഡിഗ്രി ആണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് മക്കളെ? d ആണ്. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? കറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ മക്കളെ നമ്മൾ 2 × 1 = 2d sin θ കിട്ടി നമുക്ക്. അപ്പോൾ ഇനി അത് രണ്ട് സൈഡിലും എന്തുണ്ട്? 2 ഉണ്ട്. അപ്പോൾ 2 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. മക്കളെ 2 ക്യാൻസൽ ആക്കിയിട്ട് നമ്മൾ എന്താണ് ഡിയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. d = എന്താണ്? 1/sin 60 കിട്ടി. d = 1/sin 60. അപ്പോൾ നമുക്ക് എന്താ 1/√3/2 ആണ്. sin 60യുടെ വാല്യൂ √3/2 ആണ്. അപ്പോൾ നമുക്ക് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 2/√3 കിട്ടും. അത് 2/√3 = 1.15 ആംസ്ട്രോം ആണ് വരിക. 1.15 ആംസ്ട്രോം മക്കളെ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ മക്കളെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാനുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബോർഡിലുണ്ട്, നോക്കുക. The ionic radii of A plus and B minus ions are 0.98 × 10⁻⁻10 meter and 1.81 × 10⁻⁻10 meter. The coordination number of each ion in AB is. Each ion-ൻ്റെയും കോർഡിനേഷൻ നമ്പർ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. കോർഡിനേഷൻ നമ്പർ കണ്ടുപിടിക്കാനാണ് തന്നിരിക്കുന്നത്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. A 8, B 2, C 6 ആൻഡ് D 4 ആണ് നമുക്ക് തന്നിരിക്കുന്നത് മക്കളെ. അപ്പോൾ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ മക്കളെ പോസിറ്റീവ് അയോണിൻ്റെയും നെഗറ്റീവ് അയോണിൻ്റെയും റേഡിയസുകൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? പോസിറ്റീവ് അയോണിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് R പ്ലസ് = 0.98 × 10⁻⁻10 ആണ്. R നെഗറ്റീവ് = 1.81 × 10⁻⁻10 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ റേഡിയസ് റേഷ്യോ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം എന്താണ് റേഡിയസ് റേഷ്യോ = എന്താണ്? R പ്ലസ് ബൈ R മൈനസ് ആണ് അല്ലേ? ഇക്വേഷനിൽ ഇട്ട് കൊടുക്കണം. എത്രയാണ്? 0.98 × 10⁻⁻10 ഡിവൈഡ് ബൈ 1.81 × 10⁻⁻10 ആണ്. കട്ട് ചെയ്ത് കളഞ്ഞു. ഇതിന് എത്രയാണ് ഉത്തരം കിട്ടിയ മക്കളെ? വേഗം ഒന്ന് പോസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തേ. വേഗം ഒന്ന് പോസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തേ. എത്ര കിട്ടും മക്കളെ? 0.541 കിട്ടും. 0.541 വരും. യൂണിറ്റ്ലെസ് ആണ്, റേഷ്യോ ആണ് മക്കളെ. 0.541 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ നമ്പർ എന്ന് പറയുന്നത് 0.414ൻ്റെയും 0.732ൻ്റെയും മിഡിൽ വരുന്ന ഒരു നമ്പറാണ്. അപ്പോൾ ഈ റേഞ്ചിൽ വരുന്ന റേഡിയസ് റേഷ്യോ ഈ റേഞ്ചിൽ വരികയാണെങ്കിൽ കോർഡിനേഷൻ നമ്പർ എത്ര വരും മക്കളെ? 6 ആണ് വരിക. കോർഡിനേഷൻ നമ്പർ എത്ര വരും മക്കളെ? 6 ആണ് വരിക. കോർഡിനേഷൻ നമ്പർ 6 വരികയാണെങ്കിൽ അത് എന്തായിരിക്കും മക്കളെ? കോർഡിനേഷൻ നമ്പർ 6 വരികയാണെങ്കിൽ ഒക്ടാഹെഡ്രൽ ആയിരിക്കും സ്ട്രക്ചർ അല്ലേ? ഒക്ടാഹെഡ്രൽ സ്ട്രക്ചർ ആയിരിക്കും. അപ്പോൾ AB എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? NaCl ആണ് വരിക. AB എന്ന് പറയുന്നത് NaCl കാറ്റഗറി NaCl ആണ് വരുന്നത്. എക്സാമ്പിൾ നമുക്ക് ഇനി
കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുമ്പോൾ 6 കിട്ടുകയാണെങ്കിൽ അതിനെന്താണ് NaCl ആണ് വരിക. NaCl ആണ്, AB ടൈപ്പാണ്, NaCl ആണ് വരിക. ക്ലിയർ ആയോ മക്കളെ? അപ്പോൾ ഓപ്ഷൻ ഏതാണ് മക്കളെ? ഓപ്ഷൻ ഏതാണ്? ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ ആയല്ലോ മക്കളെ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം മക്കളെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Structure of a mixed oxide is cubic closed packed. CCP structure ആണ് മക്കളെ. The cubic unit cell of mixed oxide is composed of oxygen ion, 1/4 of the tetrahedral void and occupied by the divalent metal A, and the octahedral void are occupied by a monovalent metal B. The formula of the oxide is. അപ്പോൾ മക്കളെ ഒരു എന്താണ് ആ ഓക്സൈഡിൻ്റെ ഫോർമുല കണ്ടുപിടിക്കാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ആ ഓക്സൈഡിൻ്റെ ഫോർമുല കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ മക്കളെ? ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് എന്താണ് CCPയിൽ എത്ര നമ്പർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ടെട്രാഹീഡ്രൽ വോയിഡ് എത്രയുണ്ട്, അതുപോലെ തന്നെ എന്താണ് മക്കളെ അവിടുത്തെ മെറ്റൽ ആറ്റം A എത്രയാണ്, അതുപോലെ തന്നെ B എത്രയാണ് എന്നൊക്കെ, മോണോവാലൻ്റ് ആയിട്ടുള്ള B എത്രയാണെന്നൊക്കെ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം മക്കളെ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ CCP, അതുപോലെ A ആറ്റം എത്രയാണ്, അതുപോലെ തന്നെ B ആറ്റം എത്രയാണ് എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ മക്കളെ O എന്ന് പറയുന്നത് CCP സ്ട്രക്ചറാണ്. ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? CCP ആണ്. അപ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് എത്രയാണ് വരും മക്കളെ? CCPയിൽ എത്രയാണ്? 4 ആണ് വരും അല്ലേ? നമ്പർ ഓഫ് ആറ്റംസ് ഇൻ CCP എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ഇനി എന്താണ് ടെട്രാഹെഡ്രൽ വോയിഡിൽ ഉള്ള നമ്പർ ഓഫ് ആറ്റം, ടെട്രാഹെഡ്രൽ വോയിഡിലുള്ള നമ്പർ ഓഫ് ആറ്റം എന്ന് പറയുന്നത് എന്താണ് വരിക മക്കളെ? 2 തന്നെയാണ് വരിക. അതായത് 2 × 4 വരും. കിട്ടില്ല മക്കളെ? 2 × 4 എത്ര കിട്ടി? 8 കിട്ടി നമുക്ക്. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? A എത്ര ആറ്റം എന്നാണ് കണ്ടുപിടിക്കുന്നത്. A എന്ന് പറയുന്നത് 1/4 ഓഫ് ദി ടെട്രാഹെഡ്രൽ വോയിഡ് ആണ്. ടെട്രാഹെഡ്രൽ വോയിഡിൻ്റെ 1/4 കയറിയിരിക്കുന്നത് ആര് എന്ന് പറയുന്നത്. അപ്പോൾ നമ്പർ ഓഫ് A+ അയോൺ, നമ്പർ ഓഫ് A+ A2+ അയോൺ, 2 എന്താണ് ഡൈവാലൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്പർ ഓഫ് A2+ അയോൺ എന്ന് പറയുന്നത് നമ്മൾ എന്ത് കിട്ടിയാണ്? ഇതിൻ്റെ 1/4 ആണ്, ടെട്രാഹെഡ്രലിൻ്റെ 1/4 ആണ്. അപ്പോൾ 8 × 1/4 വരും. കട്ട് ചെയ്ത് കളഞ്ഞു എത്രയാണ് മക്കളെ വരിക? 2 ആണ് വരിക. 2 ആറ്റം ആണ് വരുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ഓക്സിജൻ, ഈ നമ്പർ ഓഫ് ആറ്റംസ് CCPയിൽ ഉള്ളത് ആരാണ്? O2- ആണ്. O2- എത്ര വന്നു മക്കളെ? O2- 4 വന്നു. O2- 4 വന്നു. അതുപോലെ തന്നെ എന്താണ് നമ്പർ ഓഫ് 2+ ആറ്റം എന്ന് 2 വന്നു. അടുത്തത് നമ്പർ ഓഫ് B- ആറ്റം, അതായത് മോണോവാലൻ്റ് ആയിട്ടുള്ള B- ആറ്റം ആണ് നമ്മൾ നോക്കുന്നത്. അപ്പം B- ആറ്റം അത് ഒക്ടാഹീഡ്രൽ വോയിഡിലാണ് ഇരിക്കുന്നത്. ഒക്ടാഹീഡ്രൽ വോയിഡിൽ എങ്ങനെ ഇരിക്കുക? എത്ര നമ്പർ ഓഫ് ആറ്റം ഉണ്ടോ അത്രയും എണ്ണം എന്തായിരിക്കും? ഒക്ടാഹീഡ്രൽ വോയിഡ് ആയിരിക്കുക അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് വരിക? N ആണ് വരിക. അതായത് 4 ആണ് നമുക്ക് കിട്ടിയത്. 4 ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? O2- to A2+ to B- എന്ന് പറയുന്നത് എത്ര കിട്ടി? 4:2:4 എന്ന് കിട്ടി. ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2:1:2 എന്നാണ് നമുക്ക് കിട്ടുക അല്ലേ? 2:1:2 എന്ന് കിട്ടുക. അതായത് A1 ആണ് വരിക. അതുപോലെ എന്താ B എന്താ വരിക? B2 ആണ്. O2 ആണ് വരുന്നത്. അത് A1 B2 O2 ആണെന്ന് പറയുന്നത് ഓപ്ഷൻ എന്ന് പറയുന്നത്. ആൻസർ എത്രയാണ് മക്കളെ? A1 B2 O2 ആണ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് മക്കളെ റൈറ്റ് ആൻസർ. ക്ലിയർ ആയല്ലോ? മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എ മെറ്റൽ ക്രിസ്റ്റലൈസ് വിത്ത് എ F-centered അഥവാ ഫേസ് സെൻറ്റേഡ് ക്യൂബിക് ലാറ്റിസ്. ദ എഡ്ജ് ഓഫ് ദി യൂണിറ്റ് സെൽ ഈസ് 408 picometer. ദ ഡയാമീറ്റർ ഓഫ് ദി മെറ്റൽ ആറ്റം ഈസ്. നമുക്ക് ഡയാമീറ്റർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് മക്കളെ. അവിടെ എന്ത് തന്നിട്ടുണ്ട്? എഡ്ജ് ലെങ്ത് തന്നിട്ടുണ്ട് 4.08 picometer എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് മക്കളെ? എ മെറ്റൽ ക്രിസ്റ്റലൈസ് വിത്ത് എ FCC cubic lattice. The edge of the unit cell is 408 picometer. The diameter of the metal atom is. Diameter കണ്ടുപിടിക്കണം മക്കളെ. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ മക്കളെ FCCയിലെ റേഡിയസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് റിലേഷൻ എന്ന് പറയുന്നത് R = A/2√2 ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം A എത്രയാണ് മക്കളെ? 408 picometer ആണ്. ഓക്കെ, ഇത് നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. R = A എന്ന് പറഞ്ഞാൽ എത്രയായിട്ട് എടുക്കാം നമുക്ക്? 408 / 2√2 എടുക്കാം നമുക്ക്. ഇത് സോൾവ് ചെയ്ത് നോക്കുക. സോൾവ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും?
144 പൈക്കോമീറ്റർ കിട്ടും മക്കളെ. എത്ര കിട്ടും മക്കളെ? 144 പൈക്കോമീറ്റർ കിട്ടും. അപ്പോൾ നമുക്കിത് റേഡിയസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഡയാമീറ്റർ എത്രയാണ് മക്കളെ? 2r ആണ് വരിക ഡയാമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 2 × 144 ആണ് വരിക. 2 × 144 എത്ര വരും മക്കളെ? 2 ആണ്. 288 പൈക്കോമീറ്റർ ആണ് ആൻസർ. എത്ര മക്കളെ? 288 പൈക്കോമീറ്റർ ആണ്. ക്ലിയർ ആയല്ലോ? 288 പൈക്കോമീറ്റർ ആണ് അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സിമ്പിളാണ് മക്കളെ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും. ഇതിപ്പോൾ FCC ആയതുകൊണ്ടാണ്. ഇനി CCP ആണെങ്കിൽ എന്താ വരിക? അത് FCC തന്നെയായിരിക്കും വരിക. ഇനി നോക്കുക, ഇനി സിമ്പിൾ ക്യൂബിക് സെൽ ആകുമ്പോൾ എന്താണ് വരിക? അതുപോലെ ബോഡി സെൻറ്റേഡ് ക്യൂബിക് സെൽ ആകുമ്പോൾ എങ്ങനെയാണ് വരിക? ആ റേഡിയസിൻ്റെ റിലേഷൻഷിപ്സ്, ആ റേഡിയസും എഡ്ജ് ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻഷിപ്സ് ആണ് പഠിച്ചു വെക്കേണ്ടത്. ക്ലിയർ ആയല്ലോ?